തീർച്ചയായിട്ടും നമുക്ക് ആ റോഡിൻ്റെ ഒരു സ്ഥിതി നമുക്ക് പരിശോധിക്കാം. ആ റോഡിൻ്റെ തുടർച്ചയായുള്ള ഭാഗമാണ് ഇത്. ഏതാണ്ട് 20-25 അടി ദൂരമാണ് ഈ റോഡിനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതാ ഈ റോഡിൻ്റെ ഒരു വശമാണിത്. റോഡിൻ്റെ ഈ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ഏതാണ്ട് 20-25 അടി ദൂരമാണുള്ളത്. ഒരു പക്ഷേ ഈ ലോറി നിൽക്കുന്നത് ഈ ടാർ ചെയ്തിരിക്കുന്ന ഈ വശവും കടന്ന് അപ്പുറത്താവാനുള്ളൊരു സാധ്യതയാണ്. അതായത് ഈ മേഖലയിലായിരിക്കും വണ്ടി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തേക്കായിരിക്കും ഈ വണ്ടി നിർത്തിയിട്ടുണ്ടാവുക. ഈ 20 അടി ശേഷം ഏതാണ്ട് 30 അടിക്കുള്ളിലായിരിക്കും ഈ വണ്ടി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരുപക്ഷെ 35 അടി വരെ ഈ വണ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മേലേക്കാണ് ഈ മുകളിൽ നിന്ന് ഇത്രയും ഏതാണ്ട് 50 അടിയിലേറെ മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതായത് ഈ മണ്ണ് ഇടിഞ്ഞു വീണതിന് ശേഷം ഈ 20 അടി കടന്ന് അടുത്ത 20 അടി റോഡുണ്ട്, 20 അടി 30 അടി റോഡുണ്ട്. ആ റോഡും കടന്നാണ് നദിയിലേക്ക് മണ്ണ് പതിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സാരം. അതായത് ഈ ഒരു ഭാഗത്തുള്ള മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഈ 20 അടി ഭാഗത്തുള്ള മണ്ണ് മാത്രമാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഭാഗത്ത് കിടക്കുന്ന 30, 35, 40 അടിയോളം മണ്ണ് ഇപ്പോഴും നീക്കം ചെയ്യാനുണ്ട് എന്നർത്ഥം. അതായത് ഏതാണ്ട് 4-5 മീറ്റർ ഉയരത്തിലാണ് ഈ മണ്ണ് നിൽക്കുന്നത്. അതായത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയാണ് എന്ന് നമ്മൾ തീർത്ത് പറയേണ്ടി വരും. അതായത് ഇത് ഏതാണ്ട് ഒരു 100 മീറ്ററോളം നീളത്തിൽ ഇത്തരത്തിൽ മണ്ണ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ നടുക്കൂടെ ഈ ഭാഗത്തൂടെ വന്ന് ഈ മറ്റുള്ള റോഡിലൂടെ വന്നിട്ട് ഈ നടുഭാഗത്തേക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ആ നേരെ ഈ 100 മീറ്റർ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ സാധ്യമാവില്ല. അതായത് ഇത്രയും ദൂരത്തുള്ള മണ്ണ് നീക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രാവിലെ തന്നെ റെസ്ക്യൂ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ പോലും പുറത്തേക്ക് ഈ ഭാഗത്തുനിന്നുള്ള മണ്ണ് വരാത്തത് എന്ന് വേണം കരുതാൻ. നമ്മൾ സാധാരണമായി കൃത്യമായ ഇടവേളകളിൽ ഇന്നലെയൊക്കെ മണ്ണ് ലോറിയിൽ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ 1-2 ലോറിയിൽ മാത്രമാണ് മണ്ണ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ബന്ധുക്കളടക്കം പറയുന്ന ആരോപണം അതായിരിക്കാം. കാരണം റെസ്ക്യൂ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അവർ ഉയർത്താനുള്ള കാരണം അതായിരിക്കും. ഏതായാലും ബന്ധുക്കളെ ഇപ്പോൾ 2 പേരെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരോട് പോലീസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അവിടെയുള്ള വിഷ്വൽസ് എടുത്ത് പുറത്തേക്ക് കൊടുക്കരുത്, അതായത് മാധ്യമങ്ങൾക്ക് നൽകരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു ഉപാധികളോട് കൂടിയാണ് അവരെ ഇപ്പോൾ അകത്തേക്ക് കടത്തിരിക്കുന്നത്. ഈ ഉപാധി അംഗീകരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് തയ്യാറാവാത്തത് കൊണ്ടോ ആയിരിക്കണം ലോറിയുടെ ഉടമസ്ഥൻ മനാഫ് അവരുടെ കൂട്ടത്തിൽ പോകാത്തത്. അല്പം കഴിഞ്ഞതിന് ശേഷം നോക്കാം, എല്ലാവർക്കും കൂടെ പോകാൻ കഴിയുന്ന സമയത്ത് പോകാൻ കഴിയുമോ എന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രി കുമാരസ്വാമി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കുമാരസ്വാമി സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടല്ലേ? കേന്ദ്രമന്ത്രി കുമാരസ്വാമി സ്ഥലത്തേക്ക് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. 5 ദിവസത്തിന് ശേഷം കുമാരസ്വാമി സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് ഇവിടുന്ന് അത് അല്പസമയങ്ങൾക്കാകും തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ മന്ത്രിക്കൊപ്പം ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരാനുള്ള ഉണ്ട്. അപ്പോഴത്തേക്കും ഈ റഡാർ സംവിധാനം, നേരത്തെ കളക്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് റഡാർ സംവിധാനം എത്തിച്ചു എന്നായിരുന്നു. പക്ഷേ റഡാർ സംവിധാനം എത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പോലും മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10-30 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതാണ്ട് 3/4 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങി എന്നൊക്കെ പറയുന്നത്. അതായത് എസ് പിക്ക് ഇതിനകത്ത് വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ട് എസ് പി സംസാരിക്കുമ്പോഴും ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നത് മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ പകർത്താൻ പോലും ആരെയും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയല്ലേ ചെയ്യുക. രക്ഷാപ്രവർത്തനം മോശമാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്നുള്ളൊരു വിമർശനം ഒഴിവാക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ അടക്കം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാത്തത്. ഈ ഭാഗത്ത് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരെ തന്നെ ഈ മാധ്യമപ്രവർത്തകരെയും മറ്റു സംഘങ്ങളെയും ഒക്കെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. അഭിലാഷ്, കഴിഞ്ഞ 3 മണിക്കൂറായി ആ പരിസരത്ത് മഴ പെയ്യുന്നില്ലല്ലേ? ഇല്ലല്ല, കഴിഞ്ഞ 6 മണി മുതൽ ഇതുവരെ മഴ പെയ്യുന്നില്ല. അതായത് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് രക്ഷാപ്രവർത്തനത്തിന് ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഈ പോലീസിൻ്റെ മേൽ ഉണ്ടാവാം. ഒരുപക്ഷെ ആ സമ്മർദ്ദത്തിൽ അയവ് വരുത്തുന്നതിന് വേണ്ടിയായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിൽ പറയുന്നു എന്ന് വേണം കരുതാൻ. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഈ ഘട്ടം വരെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലത്തിൽ കൂടുതലായിട്ട് ഒന്നും ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ മീഡിയ കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇതിനെ കാണുന്നത്. ഇത്തരത്തിലൊരു വിശദീകരണത്തിനെ കാണുന്നത്. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മന്ത്രി എത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രി?
അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ 5 ദിവസമായി, ഇന്നേക്ക് 5 ദിവസമാവുകയാണ്, ഒരു മന്ത്രി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും സംഭവം എന്ന് നമുക്കറിയാം. മാധ്യമങ്ങൾ ഏത് തരത്തിലുള്ളതായിരിക്കും. ഒരു പക്ഷേ ഇന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പോലും ഇന്ന് നമ്മൾ ഇത്തരത്തിൽ വലിയ തരത്തിൽ സംഭവമാക്കിയതിന് ശേഷമാണ് പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം ഇവിടേക്ക് വരികയും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം കേന്ദ്രമന്ത്രി അടക്കം ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത തെളിയുകയും നമുക്ക് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ജീവനുകൾ മണ്ണിനടിയിൽ പെട്ടുപോകുമ്പോൾ ആ സ്ഥലം സന്ദർശിക്കുക എന്നുള്ളത് മിനിമം രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു മര്യാദയാണ്. ആ സ്ഥലത്തിന്റെ MP ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, മന്ത്രി ആ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ആളുകൾ, അവിടെ മുതിർന്ന ആളുകൾ 9 മണിക്ക് ഓഫീസ് ടൈം പോലെ നോക്കി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ നമ്മൾ ഈ SP കണ്ടു. രാവിലെ ഒരു സമയത്തും ഈ SP അവിടെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് രാവിലെ 9 മണിയാകുമ്പോഴും നമ്മൾ തിരിഞ്ഞു. SP അവിടെയില്ല, കളക്ടർ അവിടെയില്ല. കഴിഞ്ഞ 4 ദിവസമായി മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആര് രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് പറയുന്നത്? ആ രക്ഷാപ്രവർത്തനത്തിന്റെ അടിമുടി സംഭവിച്ചിരിക്കുന്ന പാളിച്ചകളാണ് റിപ്പോർട്ടർ TV ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എന്തായാലും സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ചെറിയ ദുരന്തമല്ല സംഭവിച്ചിരിക്കുന്നത്. 3 പേർ ഇപ്പോഴും മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. 5:30 രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് പറയുന്നു. തെളിഞ്ഞ കാലാവസ്ഥയായിട്ടും 7 മണിക്ക് തുടങ്ങാൻ കഴിയുന്നുള്ളൂ. ഇതേ SP കളക്ടറും സ്ഥലത്തെത്തുന്നത് 9 മണിക്കാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് വൈകിയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നില്ല. കേരള സർക്കാർ എഴുതി കഴിഞ്ഞതിനു ശേഷമാണ് റഡാർ എവിടെയെന്ന് അന്വേഷിക്കുന്നത്. റഡാറുമായിട്ടുള്ള സംഘം ഇപ്പോഴും 30 കിലോമീറ്റർ അകലെയാണെന്ന് പറയുന്നു. ഇത് എന്ത് തരം രക്ഷാപ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അഭിലാഷ്, രാത്രികാലത്തും രക്ഷാപ്രവർത്തനം അവിടെ തുടരാമായിരുന്നു. ഇന്നലെ വലിയ മഴ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അർദ്ധരാത്രിക്ക് ശേഷം മഴ ശമിച്ചു. അതുവരെ ഇവർക്ക് കാത്തിരിക്കാമായിരുന്നു അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും രാത്രി ആ സമയം കഴിഞ്ഞതിന് ശേഷം മഴ പെയ്തിട്ടില്ല എന്ന് വേണം. ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് മഴ പെയ്തത്. അത് ഒരു പക്ഷേ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ തടസ്സം സൃഷ്ടിച്ചെങ്കിൽ പോലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് 8 മണിക്ക് തന്നെ ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിമർശന വിധേയമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത് പോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു വശം മാത്രം ക്ലിയർ ചെയ്യാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ സമിതിയുടെ ഭാഗത്തും ഉണ്ടായത്. അതായത് റോഡ് തുറന്നു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. വിശദീകരിച്ചു, ആ ഒരു സൈഡ് മുതൽ അങ്ങോട്ട് മാത്രമേ നമുക്ക് മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞത്. അത് ഭൂവിനിയോഗ വകുപ്പ് പറഞ്ഞത് കൃത്യമായിരിക്കും. പക്ഷേ നമുക്കറിയേണ്ടത് നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത് ഏകോപിപ്പിക്കുക, കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വരിവരിയായി ടിപ്പറുകൾ ഇങ്ങനെ പോകേണ്ട സമയമാണ്. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പക്ഷേ അവിടെ പോലും 10-ൽ താഴെ ടിപ്പറുകളും 10-ൽ താഴെ JCBകളും മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നറിയുമ്പോൾ എത്രമാത്രം ലാഘവത്വത്തോടു കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 ദിവസം 5 ടിപ്പറുകളും 5 JCBകളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് 60,000-ഓളം അടിയുള്ള മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എന്നാണ്. അതായത് ഈ കാര്യങ്ങൾക്ക് വേണ്ടത്ര ഗൗരവം കൊടുത്തിട്ടില്ല എന്നത് വ്യക്തമല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഒരു സാധാരണഗതിയിൽ ഒരു ദുരന്തം ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളാണ് അതിൻ്റെ ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്നത്. ആ നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതും ഇതിൽ പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതും ഒക്കെ. പക്ഷേ ആ ഘട്ടത്തിലോ അതിനുശേഷമോ ഏതാണ്ട് 2 ദിവസങ്ങൾ പോലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വളരെ നാമമാത്രമായ JCB ഉപയോഗിച്ചുകൊണ്ട് സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ മണ്ണ് മാറ്റിയിടുന്നു. അതിൽ കൂടുതൽ ഒന്നും നടന്നില്ല. പക്ഷേ ഇന്നലെ കേരള സർക്കാരും കേരളത്തിലെ മാധ്യമങ്ങളും കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടതോടുകൂടി കർണാടക സർക്കാരിന്റെ മുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെ മാത്രമാണ് ഇന്നലെ രാവിലെ മുതൽ ഇത്തരത്തിലൊരു രക്ഷാദൗത്യത്തിലേക്ക് കടന്നത്. അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.